ഹലോ യൂട്യൂബ്, ഞാനാണ് നിങ്ങളുടെ സ്വന്തം അഡ്വൻറ്റോ. ഇതെൻ്റെ വണ്ടി. ഞാൻ കുറേ നാളായി വണ്ടി എടുത്തിട്ട്, കാരണം വണ്ടി നല്ല ഡേറ്റി കണ്ടീഷനിലിരിക്കുകയാണ്. എനിക്കിനി ഈ വണ്ടി കൊണ്ടുപോയി വാഷ് ചെയ്തിട്ട് ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണം. പിന്നെ വണ്ടിയുടെ ബ്രേക്ക് പാഡ് തീർന്നിരിക്കുകയാണ്. കാരണം നിങ്ങൾക്കിത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇത് ഏകദേശം ബ്ലൈഡ് പോലെ ആയിട്ടുണ്ട്. ബാക്കിൽ വരാനൊക്കെയുണ്ട്. നല്ല രീതിയിൽ ബ്രേക്ക് പാഡ് പോയിട്ടുണ്ട്. കണ്ട തീർന്നു. മാത്രമല്ല ഈ ഡിസ്കും ചെറിയ നല്ല കേഴ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ കുട്ടനെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കണം. ഇത് ചെറിയ രീതിയിലൊന്നുമല്ല, നല്ല രീതിയിൽ തന്നെ ഫുൾ അഴുക്കായി ഇരിപ്പുണ്ട്. അതുമാത്രമല്ല, പറ്റുമെങ്കിൽ ഈ സ്റ്റിക്കറുടെ ഓപ്പൺ ആണെങ്കിൽ ഈ ഗോപ്രയൊക്കെ കണ്ട് ഇതൊക്കെ ലൈവ് പോയതാണ്. ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. വേറെ പ്രത്യേക കാര്യങ്ങൾ. പിന്നെ ടയർ ആൾമോസ്റ്റ് തീർന്നിരിക്കുക. ഇത് മാറ്റണം. കുറച്ച് പരിപാടി ചില്ലറ പരിപാടീസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അപ്പം നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം വണ്ടി കുറേ നാൾക്ക് ശേഷം സ്റ്റാർട്ടാക്കാൻ പോവുകയാണ്. സ്റ്റാർട്ടായ ഭാഗ്യമെന്ന് പറയാം. എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നു. വണ്ടി സ്റ്റാർട്ടാകുന്നില്ല ഗൈസ്. നമ്മളെന്തിന് പേടിക്കണം? നമുക്ക് കിക്കറുണ്ടല്ലോ. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ഗായ്സ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വണ്ടി ഐഡിയൽ സ്പീഡിൽ കുറച്ച് നേരം ഇട്ടിരിക്കണം, എന്നിട്ട് എടുക്കാവും. കാരണം എടുക്കാതിരുന്നതായതുകൊണ്ട് ആ ഒരു ഹീറ്റപ്പായിട്ട് വന്നതിന് ശേഷം മാത്രം വണ്ടി എടുക്കാൻ ശ്രമിക്കുക എല്ലാവരും. ഓക്കെ, ഞാൻ വണ്ടിയായിട്ട് ഞാനും എൻ്റെ ഒരു കസിനും ഉണ്ട് കൂടെ. ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഒരു സർവീസ് സെൻ്റർ ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി വണ്ടി നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തിട്ട് ബ്രേക്ക് പാഡ് മാറാമെന്ന് വെച്ചിട്ടാണ് പോകുന്നത്. സംഭവം ഇവിടെ അടുത്ത് തന്നെ ഒരു കടയുണ്ട്. അവിടെ കടയല്ല, വാഷിങ് ചെയ്യുന്ന സ്ഥലം, കാർ വാഷ് തന്നെ, കാർ സ്പാ എന്ന് പറഞ്ഞിട്ട്. അവിടെ 150 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർ നല്ല ഡീസൻറ്റ് വർക്കാണ്. കൊടുത്തവരെല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പം എന്തായാലും ഞാൻ കൊടുക്കാൻ പോവുക. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇവരുടെ ഷോപ്പ് തന്നെയാണ്. ആ ബേക്കറിയും പിന്നെ ലോണ്ടറിയൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നോ, ഇത് എപ്പോൾ കഴുകി കിട്ടാൻ ഒരുപാടുണ്ടല്ലോ. നോക്കൂ, അത് FC ഒക്കെ കഴുകി ഇറക്കിയുള്ളൂ. ഒരു ആക്റ്റീവ്, ഒരു എൻഡോർക്ക്, ഒരു ഇന്നോവ. ഇതൊക്കെ എപ്പോൾ ഇറങ്ങുമെന്തോ. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ വണ്ടിയൊക്കെ ഇനി കഴുകി ഇറങ്ങിയിട്ട് വേണം നമ്മുടെ വണ്ടി കഴുകാൻ. അതുപോലെ ഇവിടെയും കിടപ്പുണ്ട് കുറേ വണ്ടീസ്. ഇതെല്ലാം ഇനി കഴുകിയിട്ട് വേണം നമ്മുടെ ചെറുക്കനെ ഒന്ന് കയറ്റി കുട്ടപ്പനാക്കി ഇറക്കാൻ. ഇതാണ് അവരുടെ ഷോപ്പിൻ്റെ പേര്, ആട്ടോ ടബ് കാർ സ്പാ. സെറാമിക്കും പോളിഷൊക്കെ ചെയ്തിരിക്കുന്ന വെറുതെ. പിന്നെ ഈ ചെയിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ ഈ അടിയിൽ വരുന്ന മോണോഷോക്ക് ഉണ്ടല്ലോ, മോണോഷോക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് മഡും ഡസ്റ്റ് കയറിയിട്ടിരിക്കുക. അത് ഇത്തിരി ഡിസ്റ്റർബാണ് ആ സൗണ്ട്. ഇത്തിരി പോസ്റ്റ് ആവുകയാണ്. കാരണം കുറേ നേരം ഞങ്ങളിവിടെ നിൽക്കുന്നു. അവർ ഇത്തിരി ലാഗായിട്ടാണ് കഴുകുന്നത്. പക്ഷേ നല്ല ടൈം എടുത്ത ഓരോ വണ്ടി അവർ കഴുകിയെടുക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ഏറെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ വണ്ടി അകത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഇടയിൽ ഒരു FC കൂടെ വന്നിട്ടുണ്ട്. ആ പുള്ളിക്കാരന് സെൻട്രൽ സ്റ്റാൻഡുണ്ട്, എൻ്റെ വണ്ടിക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഇല്ല. ഞാനിവനും കൂടെ തള്ളി അകത്ത് കയറ്റി വെച്ചേക്കുക. എനിക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് അവരെത്തി ഈ FC കഴുകിയിട്ട് കഴുകാമെന്ന് പറഞ്ഞു. കാരണം 2 പേര് വേണം, ഒരാൾ ചരിച്ച് പിടിച്ചു കൊടുക്കണം. അപ്പം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പയ്യെ കാരോ അങ്ങനെ എന്തോ ഒരു ലിക്വിഡുണ്ട്, അതൊക്കെ അടിച്ച് ഇട്ടേക്കുക. നിന്ന് ഉപ്പടഞ്ഞും വന്നു. വാഷ് ചെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് തന്നെയാണ് വാഷ് ചെയ്യുന്നത്. കാരണം വൃത്തി അവർ നോക്കുന്നുണ്ട്. നല്ല ടൈം എടുത്താണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആൾ ഒന്ന് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഒരാൾ വന്നിങ്ങനെ പിടിച്ചു കൊടുത്താലേ വീലും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകാൻ പറ്റത്തുള്ളൂ. കഴുകി കഴിഞ്ഞ് അവർ നോർമൽ നമ്മൾ വാഷ് ചെയ്യുന്ന പോലെയൊക്കെ തന്നെ, എന്നാലും അവർ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു പ്രൊഫഷൻ ഇല്ലേ. അവിടെ നിന്ന് തന്നെ പുള്ളിക്കാരെ എടുത്തതാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഈ വാട്ടർ തുടയ്ക്കുന്ന പരിപാടിയും പിന്നെ എന്തോ പ്രഷർ ഗണ്ണ് പോലത്തെ ഒരു സാധനമുണ്ട്. അതുപയോഗിച്ച് ഇത് അത്ര അടിച്ച് കളയും. പിന്നെ ടയർ പോളിഷൊക്കെ ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നത്. എൻ്റെ മോനെ, ലുക്ക് നോക്ക്. ചില സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ്. ആ ടയറിൻ്റെ ഇടയിലൊക്കെ ഇഷ്ടംമാതിരി ചെളിയേറിയിരുന്നു, എല്ലാം പോയി. അണ്ട ഈ ഗണ്ണാണ് ഞാൻ പറഞ്ഞത്. ഈ ഗണ്ണ് വെച്ചിട്ട് ഇവർ ഫുള്ള് അടിച്ച് കളയും. വെള്ളം, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, എയർ പ്രഷർ അങ്ങനെ എന്തൊക്കെയാണെന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ വണ്ടി ഫുള്ളത് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുക. ഇനി
അതിൻ്റെ കണ്ടില്ലേ ഞങ്ങളുടെ ഫ്രണ്ട് മഡ്ഗാർഡ് നേരത്തെ കണ്ടതും ഇപ്പോൾ കാണുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ചെളി വെച്ച് പൊത്തി കണക്കായിരുന്നു എല്ലാ സൈഡും ഇരുന്നാണ്ട് നേരത്തെ കാണിച്ച ഷോക്ക് അബ്സോർബറിൻ്റെ അടിഭാഗമൊക്കെ നല്ല പ്യുവറായിട്ട് അവന്മാർ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. എന്തായാലും താങ്ക് യു ആട്ടോ ടബ്. പിന്നെ ഈ ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാണ്. പിന്നെ ഈ വണ്ടിയുടെ ബ്രേക്ക് പാഡിങ് ഉടനെ മാറണം, അതിന് ഞങ്ങൾ കടയിലോട്ട് പോകണമല്ലോ. അയ്യോ സ്റ്റിക്കർ ഒട്ടിക്കാൻ വന്നേ, സ്റ്റിക്കർ കട അടച്ചിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ വർക്ക്ഷോപ്പ്. ഇവിടെ അവർക്ക് ഇന്ന് പണി ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത്രയും വണ്ടി ഇരിക്കുന്നു. അതുകൊണ്ട് നൈറ്റ് ആവുമെന്നാണ് പറഞ്ഞത്. നൈറ്റ് ആണെങ്കിൽ നിൽക്കാനും സമയമില്ല, കാരണം വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. താങ്ക് യു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റാക്കി തരണം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, ഞാൻ തുടങ്ങുന്നേ. എനിക്ക് ഈ യൂട്യൂബിനെ പറ്റി വലിയ അറിവൊന്നുമില്ല. ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത്, അതായത് ഡെയിലി ഒബ്സർവേഷനാണ് എൻ്റെ സ്ഥിരം ഇന്ന് നടന്നൊരു കാര്യം ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. പരമാവധി എനിക്ക് കണ്ടൻറ്റ് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഉടനെ കൊണ്ടുവരുന്നതായിരിക്കും. അതിന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കട്ടയ്ക്ക് വേണം. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. അതായത് ബ്രേക്ക് പാഡ് എന്തായാലും മാറാൻ പറ്റിയില്ല. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ബ്രേക്ക് പാഡ് മാറുന്നത് നാളെ മറ്റന്നാളായിരിക്കും. അത് നാളെ മറ്റന്നാളോ എനി ടൈം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ആ ബെൽ ബട്ടണിലൊരു 2 നിൽക്കുക. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ ബൈ.